ഇന്ന് റോഡപകടങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. അതിൽ കൂടുതലും സംഭവിക്കുന്നത് അർദ്ധരാത്രിയിലും പുലർച്ചെയിലുമാണ്. ഇങ്ങനെ അർദ്ധരാത്രിയിലും പുലർച്ചെയിലും റോഡപകടങ്ങൾ കൂടുന്നു എന്നതിന്റെ അർത്ഥം ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ്. എത്ര മിടുക്കനായ ഡ്രൈവറാണെങ്കിലും ഉറക്കത്തെ ഒരു പരിധിക്കപ്പുറം പിടിച്ചു നിർത്താൻ തലച്ചോറിന് സാധിക്കില്ല. പലരും കാറിന്റെ ഗ്ലാസ് താഴ്ത്തിയിടുകയും പാട്ട് ഫുൾ സൗണ്ടിൽ വെക്കുകയും ഒക്കെ ചെയ്യും. ഇത് എല്ലായ്പ്പോഴും ഉറക്കത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഉപാധികളല്ല. ഇങ്ങനെ ഡ്രൈവിംഗിൽ ഉറങ്ങിപ്പോകുന്നത് കൊണ്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. അതിനായി ഇനി പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിൽ തത്സമയം ഡ്രൈവിംഗ് അല്പനേരത്തേക്ക് നിർത്തിവെച്ച് തലച്ചോറിനെ വിശ്രമിക്കാൻ അനുവദിക്കേണ്ടതുണ്ട്. ഉറക്കത്തിലേക്ക് വഴുതി വീഴും മുമ്പ് നമ്മുടെ തലച്ചോർ നമുക്ക് നൽകുന്ന ചില അപായ സൂചനകളാണ് ഇവ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഒരേ താളത്തിൽ ജോലി ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വാഹനം നല്ല രീതിയിൽ ഓടിക്കാൻ സാധിക്കുള്ളൂ. വാഹനം ഓടിക്കുക എന്നത് മാത്രമല്ല മറ്റെന്തിനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനാൽ ഈ ലക്ഷണങ്ങളൊക്കെ തോന്നിയാൽ ഡ്രൈവിംഗ് അല്പനേരത്തേക്ക് നിർബന്ധമായും നിർത്തിവെക്കുക. തലച്ചോറിനെ വിശ്രമിക്കാൻ അനുവദിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. കുറഞ്ഞത് 20 മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും നിർബന്ധമായും ഉറങ്ങിയിരിക്കണം. ഇതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഉറക്കത്തിലേക്ക് വഴുതി വീഴും മുമ്പ് ശരീരം നമുക്ക് നൽകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. തുടർച്ചയായി കണ്ണ് ചിമ്മി ചിമ്മി തുറന്നു വെക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് ഉറക്കത്തിന്റെ ലക്ഷണമാണ്. കണ്ണുകൾക്ക് ഭാരം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഡ്രൈവിംഗ് തത്സമയം നിർത്തേണ്ടതുണ്ട്. ഡ്രൈവിംഗിൽ നിന്നും ശ്രദ്ധ പതറിപ്പോവുകയാണെങ്കിൽ പിന്നെ വണ്ടി ഓടിക്കാനേ പാടില്ല. ഡ്രൈവിംഗിൽ നിന്നും ചിന്ത മാറി അന്നുണ്ടായതോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നതോ ആയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അതും ഉറക്കത്തിന്റെ ലക്ഷണമാണ്. ഇനി ഡ്രൈവ് ചെയ്യാനുള്ള ദൂരത്തെക്കുറിച്ചുള്ള ആശങ്കയും മനസ്സിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അല്പനേരം വിശ്രമം എടുത്തിട്ട് മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. തുടർച്ചയായി കോട്ടുവായിടുക, കണ്ണ് തിരുമുക എന്നതും ഉറക്കത്തിന്റെ ലക്ഷണങ്ങളിൽ ചിലതാണ്. തലയുടെ ബാലൻസ് തെറ്റുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ തൽക്ഷണം വണ്ടി നിർത്തി അല്പം റെസ്റ്റ് എടുത്തതിനു ശേഷം മാത്രം വണ്ടി ഓടിക്കുക. ശരീരത്തിന് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വണ്ടി നിർത്തേണ്ടതുണ്ട്. ഇനി ദൂരയാത്രയ്ക്ക് ഡ്രൈവിംഗിനായി ഇറങ്ങുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങൾ ചെയ്തതിനു ശേഷമോ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചതിനു ശേഷമോ മാത്രം ഇറങ്ങുക. ദൂരയാത്ര ഡ്രൈവിംഗിന് മുൻപായി നന്നായി ഉറങ്ങുക. ദീർഘ ഡ്രൈവിംഗിന് മുമ്പ് 7-8 മണിക്കൂർ നിർബന്ധമായും ഉറങ്ങിയിരിക്കണം. ഡ്രൈവിംഗ് അറിയുന്ന ഒരാൾ ഇത്തരം യാത്രയിൽ ഒപ്പം കൂട്ടുന്നതാണ് എപ്പോഴും നല്ലത്. രാത്രി ഏറെ വൈകിയും പുലർച്ചെ 5:30 വരെയും കഴിയുമെങ്കിൽ വാഹനം ഓടിക്കാതിരിക്കുക. സ്വാഭാവികമായും ഉറങ്ങാനുള്ള പ്രവണത ഈ സമയത്ത് ശരീരത്തിനുണ്ടാകുന്ന സമയമാണത്. കാപ്പിയോ കട്ടൻ ചായയോ അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ യാത്രയിൽ ഒപ്പം കരുതുക. തലച്ചോറിനെ ഊർജ്ജസ്വലമാക്കാൻ കഫെയിനിന് കഴിയും. ഡ്രൈവിംഗിൽ അമിതമായ ആവേശവും ആത്മവിശ്വാസവും ഒഴിവാക്കേണ്ടതുണ്ട്. ശരീരത്തിന് ആവശ്യമായ വിശ്രമത്തിനാണ് മുൻഗണന നൽകേണ്ടത്. കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.